അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ബീറ്ററൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിൽ ഈ കേക്ക് തയ്യാറാക്കി എടുക്കാം. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കാം. അതേ സെയിം ഗ്ലാസ് തന്നെ ഒരു ഗ്ലാസ് തേങ്ങയുടെ വെള്ളം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിവിടെ വീഡിയോയിൽ വിട്ടുപോയാൽ ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഏലക്കായാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഏലക്കായ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വാനില എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാനില എസൻസും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിൽ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 1/4 ഗ്ലാസ് പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ബാറ്റർ ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടതൊന്ന് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബാറ്റർ നേരെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 8 ഇഞ്ചിൻ്റെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കേക്ക് ടിന്ന് തന്നെ വേണമെന്നില്ല, ഏത് പാത്രത്തിലേ വേണമെങ്കിലും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഒരു 30 മിനിറ്റ് മതിയാവും കേട്ടോ. അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന ടൈമിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൺ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിലുള്ളൂ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.